ഭയം. അതാണ് ഇതിന്റെ എല്ലാം തുടക്കം. മനുഷ്യൻ എപ്പോഴൊക്കെ നിസ്സഹായനായോ അപ്പോഴൊക്കെ അവനൊരു രക്ഷകനെ സൃഷ്ടിച്ചു. 1000 വർഷങ്ങളായി നമ്മൾ ഈ ഒരു സങ്കല്പത്തിന് പുറത്താ. ദൈവം. ഈ വാക്കിന് നിങ്ങൾ നൽകിയിരിക്കുന്ന വില എന്താണ്? സമാധാനമോ അതോ പേടിയോ? കേരളത്തിലെ സോഷ്യൽ മീഡിയയിലോ പ്രസംഗ വേദികളിലോ നിങ്ങൾ കേട്ട ആ പഴയ തമാശകളല്ല ഞാൻ പറയാൻ പോണത്. ഈ നന്മയും തീന്മയും പറയുന്ന ഒരു പ്രഭാഷകനല്ല ഞാൻ. ഐ സീ പാറ്റേൺസ്, ഐ സീ ദ ഹ്യൂമൻ ഈഗോ. നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് പിന്നിലും നിങ്ങൾ തള്ളിക്കളയുന്ന ദൈവത്തിന് പിന്നിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു സൈക്കോളജി ഉണ്ട്. ആൻഡ് ഈ വീഡിയോ ഒരു യാത്രയാണ്. പക്ഷെ ഈ യാത്രയുടെ അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ പഴയ സ്നേഹത്തിന്റെ ദൈവമായിരിക്കില്ല നിങ്ങളെ കാത്തിരിക്കണത്. Everyone has their version. These are my version. ആൻഡ് ആ സത്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം വെളിപ്പെടുത്തും. ഫസ്റ്റ്, നിന്റെ ആ വട്ടത്തിലുള്ള ചർച്ചകളൊക്കെ നിർത്തുക. സ്റ്റോപ്പ്, ജസ്റ്റ് സ്റ്റോപ്പ്. നിങ്ങൾ ഇപ്പോഴും ആ പഴയ ലൂപ്പിലാ. നിങ്ങളുടെ സയൻസ്, റിലീജിയൻ, ഫിലോസഫി ഇതിൻ്റെയൊക്കെ ഇടയിൽ കുടുങ്ങിക്കിടന്ന് നീ ശ്വാസം മുട്ടുകയാണ് ചെയ്യണം. You're trapped in an intellectual cage and you don't even know it. നീ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വരുന്നത് എന്താ? ഫസ്റ്റ്, കുറെ കെട്ടുകഥകൾ, അല്ലെങ്കിൽ കുറെ ഇക്വേഷനുകൾ. Let me tell you something. You are failing every single time. കാരണം നീ ചോദിക്കുന്ന ചോദ്യം തെറ്റാണ്. അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന ഉത്തരവും തെറ്റാണ്. കാരണം മനുഷ്യൻ എപ്പോഴും സ്വയം വലിയ സംഭവമാണെന്ന് കരുതും. ഈ പ്രപഞ്ചത്തിന്റെ വലിയ വലിയ രഹസ്യങ്ങളൊക്കെ അവന് കണ്ടുപിടിക്കുമെന്ന് അവന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ബട്ട് ലുക്ക് അറ്റ് യു. നിനക്ക് നിന്റെ സ്വന്തം തലച്ചോറിലെ കോഡ് പോലും ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് നീ സ്രഷ്ടാവിനെ തിരഞ്ഞോണ്ട് നടക്കുന്നത്. ഇറ്റ്സ് പാത്തറ്റിക്. ഓക്കെ, നമുക്ക് ലോജിക്കലി തുടങ്ങാം. എന്താണ് ദൈവം? ഒരു വ്യക്തിയാണോ? ഒരു ഊർജമാണോ? അതോ മനുഷ്യന്റെ ചിന്തയിലൊരു പിഴവോ, ഗ്ലിച്ചാണോ? നിങ്ങളൊരു വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, തീസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു പ്രത്യേക രൂപത്തെ ആരാധിക്കുന്നു. അതിന് നിങ്ങളൊരു യുക്തിവാദി ഓർ ഏത്തീസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ രൂപത്തിനെ പരിഹസിക്കുന്നു. ഇതിൽ രണ്ടു കൂട്ടർ ചെയ്യണത് ഒരേ കാര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള ആംഗിൾ വെച്ചുകൊണ്ട് ദൈവത്തിനെ തറച്ചടിക്കലാണ് ചെയ്യണത്. ബട്ട് ഹിയർ ഇസ് ദ ബിസിനസ് സൈഡ് ഓഫ് ഇറ്റ്. ഈ ദൈവം എന്നൊക്കെ പറയണത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ്. അതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്. സാമ്രാജ്യങ്ങൾ പണിതെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ഒരു ബിസിനസ് ആംഗിൾ വെച്ച് നോക്കിയാ ഇതൊരു വലിയൊരു പ്രോഡക്റ്റാ. അതായത് മനുഷ്യന്റെ ഇൻസെക്യൂരിറ്റീസ് വിൽക്കാൻ ഇതിനും വലിയൊരു പ്രോഡക്റ്റ് വേറെ ലോകത്തില്ല. എന്തായാലും ഇവിടെ കണ്ട എല്ലാരും ചോദിക്കും, നീ ദൈവത്തിനെ താഴ്ത്തുകയാണ് ചെയ്യണത്. ഒരിക്കലും അല്ല. ഞാൻ ഈ കോൺസെപ്റ്റിനെ ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യണത്. ഐ ആം ഡീകോഡിങ് ദ സോഴ്സ് കോഡ്. ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഈ ഒരു സങ്കല്പന ആവശ്യമാണ്. പക്ഷേ ആ സങ്കല്പം സത്യമാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ കേട്ട ഉത്തരങ്ങളെല്ലാം പകുതിയോളം വെന്ത് കത്തിച്ച സാധനങ്ങളാണ്. എന്താണ് ദൈവം? വാട്ട് ഈസ് ഗോഡ്? ആ ചോദ്യത്തിന് നിനക്ക് തരാൻ 10 തരം ഉത്തരങ്ങളുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളുടെ കോംപ്ലക്സ് തിയറികളല്ല വേണ്ടത്. ഐ വാണ്ട് ദ കോഡ്, ഹാർഡ് ട്രൂത്ത്. സിമ്പിളായിട്ട് പറഞ്ഞ ഒരു പന്ത് ഉണ്ടെങ്കിൽ അത് നിർമ്മിച്ചവൻ ഉണ്ടാവണം. അതായത് നിന്റെ കയ്യിലിരിക്കണ ഫോൺ നോക്ക്, അതിൽ ഒരു ചെറിയ സ്ക്രൂ വരും. ഒരു ലക്ഷ്യവുമില്ലാതെ അവിടെ വന്നല്ല. someone designed it, someone buy it. ഈ ഭൂമിയിലെ ജീവനും DNA-യിലെ ആ കോഡുകളും നക്ഷത്രങ്ങളുടെ ക്രമവും ഇതെല്ലാം തനി ഉണ്ടായതാണെന്ന് വിശ്വസിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഇഫ് ദാറ്റ് ഈസ് യുവർ സയൻസ്, then your science is a joke. If there is a creation, there must be a creator. അതൊരു സത്യമാണ്. അത് തന്നെയാണ് ഉത്തരവും. God is the creator. That is the what. അവിടെ ആർക്ക് തർക്കമില്ല. പക്ഷെ ഇവിടെയാണ് നിന്റെ ബുദ്ധി മുട്ടുകുത്താൻ പോണത്. കാരണം നീ കണ്ടെത്തിയ ഉത്തരം അത് ഉത്തരല്ല. അതൊരു പുതിയ കെണി മാത്ര. ഇനി നമുക്ക് ആ ആംഗിൾസിന്റെ അടുത്ത് വരാം. സയൻസ് പറയണു ഇതൊരു മാസ് ഹാലൂസിനേഷൻ ആണെന്ന്. മതം പറയണു ഇത് അൾട്ടിമേറ്റ് ട്രൂത്ത് ആണെന്ന്. ഫിലോസഫി പറയണോ ഇതൊരു നെസസറി ഈവിൾ ആണെന്ന്.
ഈ ഓരോ ആംഗിളിലും ഓരോ സത്യമുണ്ട്, പക്ഷെ ആ സത്യം പൂർണ്ണമല്ല. നിങ്ങളുടെ വീട്ടിലെ പൂജാമുറികളിലോ പള്ളിയിലോ ഇരിക്കുന്നതല്ല ദൈവം. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കംഫോർട്ട് സോൺ മാത്രമാണ്. യഥാർത്ഥ എൻറ്റിറ്റി എന്നത് നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒന്നാണ്. കേരളത്തിൽ തന്നെ, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഡെപ്ത് ആയിട്ട് ഫിലോസഫിയും ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഉള്ളിൽ പോവാൻ പോവാം. ഈ ഗോഡ് എന്ന ഒറ്റ സബ്ജക്റ്റിന് എത്ര ഡെപ്ത് ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഈ സീരീസ് കഴിയുമ്പോൾ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ എന്ന്. നോ. കാരണം ഈ വലിയ സീരീസിന്റെ അവസാന വീഡിയോ ആണ് ഈ ഫസ്റ്റ് വീഡിയോ. ആൻഡ് ഈ വീഡിയോയുടെ അവസാനം ആ ഉത്തരവും ഉണ്ടാവും. ആ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ തകർന്നിടാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സത്യം നിങ്ങൾക്ക് മുന്നിൽ തെളിയാം. സോ ആരാണ് ആ സൃഷ്ടാവ്? ഹൂ ഇസ് ദ ക്രിയേറ്റർ? ഇതിനാണ് നീ ഉത്തരം തരാണത്. നീ സയൻസിനോട് ചോദിക്കും, അപ്പോൾ അവര് പറയും ബിഗ് ബാങ് എന്ന്. ബട്ട് ഹൂ ട്രിഗേർഡ് ദ ബാങ്? അവിടെ അവർ കൈമലർത്തും. അപ്പോൾ നീ മതങ്ങളോട് ചോദിക്കും, അവർ ഓരോ രൂപങ്ങൾ കാണിച്ചു തരും, ആ പഴയ കഥകൾ പറഞ്ഞു തരും. ബട്ട് ദോസ് ആർ ഹ്യൂമൻ പ്രൊജക്ഷൻസ്. മനുഷ്യൻ അവനെ പോലെ തന്നെ ഇരുന്ന ഒരാളെ ദൈവമായി സങ്കല്പിച്ചു. വാട്ട് ആൻ ഈഗോ. ദ ഡാർക്ക് റിയാലിറ്റി ഇസ് ദിസ്. ഈ സിസ്റ്റത്തിനുള്ളിൽ ആ ചോദ്യത്തിന് ഉത്തരമില്ല. നത്തിങ്. നോ. വി ആർ സെർച്ചിങ് ഫോർ എ ഹൂ ഇൻ എ വേൾഡ് ദാറ്റ് ഓൺലി ഷോസ് ആസ് ദ വാട്ട്. നമ്മളൊരു വലിയ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടു പോയ എലികൾ മാത്രം. കെട്ടിടമുണ്ട്, അതുകൊണ്ട് ഒരു ആർക്കിടെക്ട് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ആ ആർക്കിടെക്റ്റിനെ തിരഞ്ഞുകൊണ്ട് നീ കെട്ടിടത്തിന്റെ മുക്കിലോട്ടും മൂലയിലോട്ടും ഓടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹീസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം. അയാൾ ഈ സിസ്റ്റത്തിന് പുറത്താണ്. നിന്റെ എല്ലാ പ്രാർത്ഥനകളും നിന്റെ എല്ലാ ലാബ് ടെസ്റ്റുകളും ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു കളികൾ മാത്രമാണ്. അതായത് ഒരു പന്തുണ്ടെങ്കിൽ ആ പന്തിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ ആ പന്ത് ആരുണ്ടാക്കി എന്ന് ചോദിച്ചുകൊണ്ട് നടക്കാം. ലൈക്ക് യു ആർ സെർച്ചിങ് ഫോർ ദ പ്രോഗ്രാമർ ഇൻസൈഡ് ദ കോഡ്. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. കാരണം നിനക്ക് ഈ ദൈവത്തിനെ കാണണമെങ്കിൽ നീ ഈ സിസ്റ്റമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നാലേ കാണാൻ പറ്റുള്ളൂ. അത് സാധിക്കോ? സാധിക്കത്തില്ല, ഒരിക്കലും സാധിക്കില്ല. ആൻഡ് നമ്മുടെ എക്സ്ട്രീം ആയിട്ടുള്ള അത്യാഗ്രഹം അല്ലെങ്കിൽ ഗ്രീഡ് എന്താണെന്നറിയോ? നമ്മളെ ഉണ്ടാക്കിയ ക്രിയേറ്റർ നമ്മുടെ പന്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സിസ്റ്റമിന്റെ ഉള്ളിൽ വരണം. ഇത്ര വലിയ സാധനം ഉണ്ടാക്കിയ ആ ക്രിയേറ്റർ വന്നിട്ട് നമ്മുടെ പന്തിന്റെ ഉള്ളിൽ വരുമോ? ഒരിക്കലും വരത്തില്ല. ഓക്കെ 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 ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് പല ആംഗിളുകളെ കുറിച്ചാണ്. ഇനി ആ ഉത്തരം യഥാർത്ഥത്തിൽ ആരാണ് ദൈവം? ദ ആൻസർ ഇസ് സിമ്പിൾ. എ ഡാർക്ക്. ദൈവം എന്നത് ഒരു ഉത്തരമല്ല, അതൊരു ചോദ്യം മാത്രമാണ്. ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു തിരിച്ചറിവ്. ദ അൾട്ടിമേറ്റ് ഗോഡ് ഈസ് ദ വൺ ഹു ഒബ്സർവ്സ് ത്രൂ യുവർ ഐസ്. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ ബോധം, കോൺഷ്യസ്നെസ്, അതാണ് ദൈവം. അതിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അതായത് എന്തിനെ ചൂസ് ചെയ്യുന്നു എന്നതാണ് ഉത്തരം. അതാണ് ദൈവം. നിങ്ങളുടെ കോൺഷ്യസ്നെസ് ചൂസ് ചെയ്യണ ആ കാര്യത്തിലാണ് ബാക്കി എല്ലാം ഇരിക്കണം. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നീ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കണില്ല, ആരാണ് ദൈവം എന്ന ആ ചോദ്യം ഉണ്ടാക്കിയത് തന്നെ നിന്റെ കോൺഷ്യസ്നെസ്. നിങ്ങളൊരു ദൈവത്തെ തേടി പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ് ചെയ്യണത്. ഐ ഹാഡ് ഡീകോഡഡ് ഇറ്റ്. ദൈവം ഒരു വ്യക്തിയല്ല, ഒരു സ്ഥലമല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഈ സത്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ ധൈര്യമുണ്ടോ? ഇനി ആരെങ്കിലും നിന്നോട് ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യമായി പറ, ഇറ്റ് ഈസ് ദ ക്രിയേറ്റർ, ദ അൾട്ടിമേറ്റ് ഇന്റലിജൻസ്. പക്ഷെ അത് ആരാണെന്ന് ചോദിച്ചാൽ അഡ്മിറ്റ് ഇറ്റ്, യു ആർ ബ്ലൈൻഡ്. നീയും അന്ധനാണ്, ഞാനും അന്ധനാണ്. നമ്മൾ തിരയുന്നത് ഈ ഭൗതിക ലോകത്തില്ലാത്ത ഒരാളെയാണ്. വി ആർ സെർച്ചിങ് ഫോർ എ ഗോസ്റ്റ് ഇൻ എ മെഷീൻ. വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ സത്യം നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും. കാരണം നിനക്ക് നിന്റെ വിശ്വാസങ്ങളും നിന്റെ ഈഗയുമാണ് വലുത്. നിനക്ക് നിന്റെ പഴയ സുരക്ഷിതമായ കഥകളിലേക്ക് മടങ്ങി പോകണമെന്നുണ്ടാവും. ഗോ ബാക്ക് ടു യുവർ ഫെയറി ടേൽസ്. പ്രാർത്ഥിച്ചോ, വിശ്വസിച്ചോ, സ്വയം കമ്പളിപ്പിച്ച് ജീവിച്ചോ. പക്ഷെ ഓർക്കാം, നിങ്ങൾ കാണുന്നത് വെറും പുറംഭാഗം മാത്രമാണ്. ദ ഡിസൈനർ റിമൈൻസ് അൺനോൺ. അതായത് ദൈവം എന്നത്
ഒരു ചോദ്യം മാത്രമാണ്, ഉത്തരമില്ല ചോദ്യം. This journey has just begun, but actually it's the end. ഈ സീരീസിലെ അവസാനവും ആദ്യവും ഒരേ വീഡിയോ ആണ്. കാരണം ഈ ജേണി എത്ര ദൂരം പോകും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എത്ര ദൂരം പോയാലും ഇതാണ് എൻ്റെ ഉത്തരം. നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ ബോധം, കോൺഷ്യസ്നെസ്, അതാണ് ദൈവം. ആരാണ് ദൈവം എന്ന ആ ചോദ്യം ഉണ്ടാക്കിയത് തന്നെ നിന്റെ കോൺഷ്യസ്നെസ്. അതായത് ദൈവം എന്നത് ഒരു ചോദ്യം മാത്രമാണ്, ഉത്തരമില്ല ചോദ്യം. And Roy, these are my stupid thoughts. Bye bye, bye bye, bye bye, bye bye. Love you.